ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐ എം കാൽക്കുലേറ്റിംഗ്. കേരള ചരിത്രത്തിലെ സുപ്രധാന സമരങ്ങളിൽ ഒന്നായ ചാന്നാർ ലഹളയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതിന് മുൻപത്തെ വീഡിയോസിനായി ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. വീഡിയോയിലേക്ക് കടക്കാം. സവർണ വിഭാഗത്തിലെ സ്ത്രീകളെ പോലെ മേൽവസ്ത്രം ധരിക്കാനും ആഭരണങ്ങൾ ധരിക്കുവാനുമുള്ള അവകാശമൊന്നും അക്കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ അവകാശം നിഷേധിക്കപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ചാന്നാർ വിഭാഗവും. സാമൂഹികമായി അസംതൃപ്തരായിരുന്ന, സാമൂഹികമായ പുരോഗതി ആഗ്രഹിച്ച ചാന്നാർ വിഭാഗക്കാരിൽ ചിലർ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്വാധീനത്താൽ മതപരിവർത്തനം നടത്തി. ഇവരുടെ വസ്ത്രധാരണത്തിലും ജീവിത രീതിയിലുമൊക്കെ മാറ്റങ്ങൾ വന്നു. ക്രിസ്തുമതം സ്വീകരിച്ച ചാന്നാർ സ്ത്രീകൾ സവർണ ഹിന്ദുക്കളുടെ ശാസനകൾ ലംഘിച്ച് മേൽവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങാൻ തുടങ്ങി. ഇതേ സമയം ഹിന്ദുമതത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾ മേൽവസ്ത്രം ഇല്ലാതെയും നടന്നു. ക്രിസ്തുമതം സ്വീകരിച്ച ചാന്നാർ സ്ത്രീകൾ മേൽവസ്ത്രം ധരിച്ചത് സവർണർക്ക് ഇഷ്ടപ്പെട്ടില്ല. മാറുമറച്ചാൽ ജാതി തിരിച്ചറിയാൻ കഴിയില്ല എന്ന വാദം ഉന്നയിച്ച് സവർണ വിഭാഗക്കാർ മേൽവസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയവരെ ആക്രമിച്ചു. ഇങ്ങനെ ആക്രമണം വ്യാപകമായപ്പോൾ ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇടപെട്ടു. 1813 അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ക്രിസ്തുമതം സ്വീകരിച്ച ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശം നൽകി ഉത്തരവിറക്കി. ഇതോടുകൂടി ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നു. ഇത് വലിയ സമരങ്ങളിലേക്ക് നയിച്ചു. സവർണ ഹിന്ദു സ്ത്രീകൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ ചാന്നാർ സ്ത്രീകളെ 1822 കൽക്കുളം, പത്മനാഭപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ വെച്ച് സവർണ ഹിന്ദുക്കൾ ആക്രമിച്ചു. ഈ സംഭവം ചാന്നാർ വിഭാഗത്തെ തിരിച്ചാക്രമിക്കാനും പ്രേരിപ്പിച്ചു. അങ്ങനെ ലഹള തിരുവിതാംകൂറിന്റെ ചില പ്രദേശങ്ങളിൽ കൂടി വ്യാപിച്ചു. 1822 തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വൈകുണ്ഠസ്വാമികൾ ജനങ്ങളെ സംഘടിപ്പിച്ച് മേൽമുണ്ട് സമരം എന്ന പേരിൽ ഒരു സമരവും ആരംഭിച്ചു. എന്നാൽ ഇത് വലിയൊരു സമരമായി എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയൊന്നും ചെയ്തില്ല. പിന്നീട് കുറെ വർഷങ്ങൾക്ക് ശേഷം 1859 തമിഴ്നാട്ടിലെ കൊട്ടാർ എന്ന സ്ഥലത്ത് കുറച്ച് ചാന്നാർ സ്ത്രീകൾ സവർണ സ്ത്രീകളെ പോലെ തന്നെ വസ്ത്രം ധരിച്ചു പുറത്തിറങ്ങി. സവർണ ഹിന്ദു മേധാവിത്വത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ത്രീകളുടെ കുടിൽ തീയിട്ട് അവരെയും കൊലപ്പെടുത്തി. തൽഫലമായി ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഉണ്ടായി. ലഹള തിരുവിതാംകൂർ മുഴുവൻ വ്യാപിച്ചു. ചാന്നാർ വിഭാഗക്കാരെ കാണുന്ന സ്ഥലത്ത് വെച്ചെല്ലാം സവർണ ഹിന്ദുക്കൾ ആക്രമിക്കാൻ തുടങ്ങി. ഈ സംഭവങ്ങൾ കണ്ടിട്ട് രോഷാകുലനായ അന്നത്തെ മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസ് ശക്തമായ ഭാഷയിൽ തിരുവിതാംകൂർ രാജാവിന് കത്തയച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1859 ജൂലൈ 26 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകി അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവിറക്കി. ഈ ഉത്തരവിന്റെ ഭാഗമായി നഗ്നത മറയ്ക്കാനുള്ള അവകാശം ചാന്നാർ സ്ത്രീകൾക്കും കിട്ടി. പക്ഷേ സവർണ ഹിന്ദുക്കളുടെ വസ്ത്രം അനുകരിക്കാൻ പാടില്ല എന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് വീണ്ടും മദ്രാസ് ഗവർണറുടെ ശ്രദ്ധയിൽപ്പെട്ടു. വീണ്ടും തിരുവിതാംകൂർ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം കത്തയച്ചു. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്ന തിരുവിതാംകൂർ രാജാവിന് ഈ വ്യവസ്ഥ അവസാനം പിൻവലിക്കേണ്ടതായി വന്നു. 3 പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന പോരാട്ടങ്ങൾക്കൊടുവിൽ അങ്ങനെ ചാന്നാർ ലഹള പൂർണ്ണമായി വിജയം കൈവരിച്ചു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി നോക്കാം. 1822 ചാന്നാർ ലഹള ആരംഭിച്ചത്. 1822 ചാന്നാർ ലഹള ആരംഭിച്ചത്. ചാന്നാർ ലഹളയുടെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, നാടാർ ലഹള, ശീലവഴക്ക്, മേൽശീലക്കലാപം, മാറുമറയ്ക്കൽ സമരം എന്നിവ. ചാന്നാർ ലഹളയുടെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, നാടാർ ലഹള, ശീലവഴക്ക്, മേൽശീലക്കലാപം, മാറുമറയ്ക്കൽ സമരം എന്നിവ. നാടാർ ലഹള എന്നറിയപ്പെടാൻ കാരണം ചാന്നാർ വിഭാഗത്തിന്റെ മറ്റൊരു പേരായിരുന്നു നാടാർ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ കേണൽ മൺറോ ആയിരുന്നു. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ എന്നും തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? കേണൽ മൺറോയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ എന്നും തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കേണൽ മൺറോയാണ്. മേൽമുണ്ട് സമരത്തിന്
പിന്തുണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളായിരുന്നു. മേൽമുണ്ട് സമരത്തിന് പിന്തുണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളായിരുന്നു. ചാന്നാർ ലഹളയുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെ തന്നെയാണ്. ചാന്നാർ ലഹളയുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെയാണ്. കൂടാതെ കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെ തന്നെയാണ്. 1722 ചാന്നാർ ലഹള ആരംഭിച്ചത്. ചാന്നാർ ലഹളയുടെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, നാടാർ ലഹള, ശീലവഴക്ക്, മേൽശീല കലാപം, മാറുമറയ്ക്കൽ സമരം എന്നിവ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയെയും കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയുമാണ്. മേൽമുണ്ട് സമരത്തിന് പിന്തുണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളാണ്. ചാന്നാർ ലഹളയുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നതും വൈകുണ്ഠസ്വാമികളെ തന്നെയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാൻ എന്നും തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ എന്നും ചോദിച്ചാൽ ഉത്തരം കേണൽ മൺട്രോയാണ്. ചാന്നാർ ലഹള നടന്ന വർഷം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 1759 ആണ്. 1759 ചാന്നാർ ലഹള നടന്നത്. ചാന്നാർ വിഭാഗത്തിലെ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ്. ചാന്നാർ സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ രാജാവ് ഉത്തരവിറക്കിയത് മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് തിരുവിതാംകൂർ ദിവാനായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത് തിരുവിതാംകൂർ ദിവാനായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവിറക്കിയത് 1859 ജൂലൈ 26 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവിറക്കിയത് 1859 ജൂലൈ 26 1759 ചാന്നാർ ലഹള നടന്നത്. മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അവകാശം നൽകിക്കൊണ്ട് ഉത്തരവിറക്കിയത്. ഏതു വർഷമാണ്? 1759 ജൂലൈ 26 ഒരിക്കൽ കൂടി പറയാം. 1722 ചാന്നാർ ലഹള ആരംഭിച്ചത്. ചാന്നാർ ലഹളയുടെ മറ്റു പേരുകളാണ് മേൽമുണ്ട് സമരം, നാടാർ ലഹള, ശീലവഴക്ക്, മേൽശീല കലാപം, മാറുമറയ്ക്കൽ സമരം എന്നിവ. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം എന്നറിയപ്പെടുന്നത് ചാന്നാർ ലഹളയെയാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. മേൽമുണ്ട് സമരത്തിന് പിന്തുണ നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ചാന്നാർ ലഹളയുടെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് ദിവാനായിരുന്നത് കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്പുകാരനായ ദിവാൻ ആരാണ് എന്ന് ചോദിച്ചാലും ഉത്തരം കേണൽ മൺട്രോ തന്നെയാണ്. ചാന്നാർ ലഹള നടന്നത് 1759 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽവസ്ത്രം ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവിറക്കാൻ കാരണം മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസ് ആണ്. മദ്രാസ് ഗവർണറായിരുന്ന ലോർഡ് ഹാരിസിന്റെ നിർദ്ദേശപ്രകാരമാണ് 1759 ജൂലൈ 26 എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഉത്തരവിറക്കിയത്.